ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഞാൻ സ്റ്റുഡിയോന്ന് ട്രൈ ചെയ്തിട്ടുള്ള മേക്കപ്പ് ഐറ്റംസിന്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. നമ്മളുടെ മിക്കവർക്കും ഇഷ്ടമുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആയിരിക്കും സ്റ്റുഡിയോ. അവിടുത്തെ പ്രൊഡക്ട്സ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഭയങ്കര അഫോർഡബിൾ ആണ്. മാത്രമല്ല നല്ല ട്രെൻഡി നല്ല വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമുക്ക് സ്റ്റുഡിയോന്ന് കിട്ടാറുണ്ട്. അതിപ്പോൾ ജെൻസിനായാലും ലേഡീസിനായാലും കിഡ്സിനായാലും നല്ല അടിപൊളി വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ സ്റ്റുഡിയോയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഡ്രസ്സസ് മാത്രമല്ല, നമുക്ക് മേക്കപ്പ് ഐറ്റംസും അതുപോലെ തന്നെ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസും പിന്നെ കുറച്ച് പെർഫ്യൂം അങ്ങനത്തെ എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രമാണ് സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ സ്റ്റുഡിയോന്ന് വളരെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും റിവ്യൂസ് കാണാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഷീറ്റ് മാസ്ക് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഷീറ്റ് മാസ്ക് ഞാൻ ഏതെങ്കിലും ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം. ഇന്ന് ഞാൻ മേക്കപ്പ് ഐറ്റംസ് മാത്രമാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റുഡിയോയുടെ 2 ലിപ് ബാമാണ് എൻ്റെ ഉള്ളത്. 3 ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ഹസ്ബൻഡ് എടുത്തു കേട്ടോ. ഇത് കോഫി ഫ്ലേവറിൽ വരുന്ന ലിപ് ബാമാണ്. ഇത് ഒരു ബബിൾ കം ഫ്ലേവറിൽ വരുന്ന ലിപ് ബാമാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് കളറും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് കാണുമ്പോൾ ഒരു കോഫിയുടെ ഷെയ്ഡ് ഉണ്ടെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഷെയ്ഡൊന്നും ഇല്ല കേട്ടോ. കണ്ടോ, പ്രത്യേകിച്ച് അങ്ങനെ വളരെ ചെറിയൊരു ടിൻ്റ് ഉണ്ട്. പക്ഷെ അതങ്ങനെ ലിപ്സിലിടുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് വിസിബിളൊന്നുമല്ല. ഇത് കണ്ടു, നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. കണ്ട, ഇതിനായാലും അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള ഒരു ടിൻ്റൊന്നുമില്ല, എങ്കിലും ചെറിയൊരു ടിൻ്റ് ഉണ്ട്. അടിപൊളി ലിപ് ബാംസ് ആണ് ഇത് രണ്ടും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വാനില ഫ്ലേവർ ആയിരുന്നു. അതൊരു വൈറ്റ് ഷെയ്ഡായിരുന്നു കേട്ടോ. അതാണ് ഹസ്ബൻഡ് എടുത്തത്. ഇതിന് 49 രൂപയാണ് റേറ്റ്. ഭയങ്കര അഫോർഡബിൾ ആണ്. മാത്രമല്ല നമ്മുടെ ലിപ്സിന് നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യില്ല. നമ്മളിപ്പോൾ രാവിലെ കിട്ടി കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും അത് പോകും കേട്ടോ. കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്യണം. ഇപ്പോൾ കാലത്തിട്ട് രാത്രി വരെ ലിപ്സിൽ മോയ്സ്ചറൈസേഷൻ നിലനിർത്തില്ല ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്താലാണ് ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയി ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. പക്ഷേ നല്ല ലിപ് ബാമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. മാത്രമല്ല ലിപ്സിൽ അങ്ങനെ ഡാർക്ക് ആക്കി അങ്ങനെ ഒന്നുമില്ല. ഇത് ലിപ്സിലുള്ള അത്രയും സമയം ലിപ്സിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ സ്റ്റുഡിയോയുടെ. അടുത്തത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് ഷെയ്ഡ്. ഈ ഷെയ്ഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡിൽ ഒരു കാറ്റഗറി പെടുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ. ഇങ്ങനെയാണ് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ലിപ് ബാമിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിൻ്റെ. കണ്ടോ, ടിന്നുള്ള ലിപ് ബാംസ് ഇടില്ലേ, അതുപോലെയുള്ളൊരു ടെക്സ്ചറാണ്. ഭയങ്കര ഷൈനി ടെക്സ്ചറാണ്. ഇത് ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല. സ്മഡ്ജ് പ്രൂഫോ വാട്ടർ പ്രൂഫോ അല്ലെങ്കിൽ എന്താ പറയുക ട്രാൻസ്ഫർ പ്രൂഫോ അങ്ങനെ ഒന്നുമല്ല. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് അഫോർഡബിൾ ആണെന്നുള്ളൂ. ഒരുപാട് നേരം ലാസ്റ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ. ഇത് ഷെയ്ഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ. കാണുമ്പോൾ എനിക്ക് താല്പര്യമുള്ള ഷെയ്ഡാണ്. പക്ഷേ ലിപ്സിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇതെൻ്റെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡാർക്കാക്കുക ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. കണ്ടോ, ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു ഷെയ്ഡ്. അതായത് നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് എന്തായാലും നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് ഞാനൊരു വെയിറ്റിഷ് സ്കിൻ ടോണാണ്. എനിക്കിത് അത്രയ്ക്ക് ചേരണ പോലെ എനിക്ക് തോന്നില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഒരു പീച്ചി അല്ലെങ്കിൽ പിങ്കിഷ് ഷെയ്ഡ്സ് ഒക്കെ, അതായത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് എനിക്കിഷ്ടം. ഒരുപാട് ബ്രൈറ്റ് അല്ല, ചെറുതായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് എനിക്കിഷ്ടം കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ സ്കിന്നിന് തന്നെ ഒരു ജീവനുള്ള പോലെ തോന്നും. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ അങ്ങനെ ഇല്ലാണ്ടായ പോലെ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഫേസിന് ആകെ ഡണ്ണാക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഷെയ്ഡും എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരു 79 അങ്ങാണ്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അല്ല 99 ആണ് ഇതിൻ്റെ റേറ്റ്. നിങ്ങളൊരു ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ലിപ്സിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. നമ്മളെന്തെങ്കിലും ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒന്നും തോന്നില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൂടുതലും മാറ്റ് ഫിനിഷാണ് ഇഷ്ടം. പക്ഷേ ഇതൊരു ഗ്ലോസി ഫിനിഷാണ്. അപ്പോൾ അതും എനിക്കിത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു കാരണമാണ്. എനിക്ക് നല്ല മാറ്റെന്ന് വെച്ചാൽ ലിപ്സിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള മാറ്റ് ഫിനിഷാണ് എനിക്കിഷ്ടം. ഗ്ലോസി അല്ലെങ്കിൽ സാറ്റിൻ അങ്ങനത്തെ ഫിനിഷൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാര്യം സംഭവം നല്ല എന്താ പറയുക, ലിപ്സിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഷെയ്ഡ്സും കുറച്ച് ഷെയ്ഡ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിയത് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഷെയ്ഡ് വരുന്നത് ചോക്കോ പെബിൾ എന്ന് പറഞ്ഞിട്ടുള്ള BR03 ഷെയ്ഡ് നമ്പറിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ആകെ 99 രൂപയുള്ളൂ. എനിക്കെന്തായാലും വലിയ താല്പര്യമില്ല. ഞാൻ എന്തായാലും ഈ റേഞ്ചിന് നോക്കില്ല. പിന്നെ സ്റ്റുഡിയോയിൽ ഒരുപാട് ലിക്വിഡ് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഒരുപാട് ഈ എന്താ പറയുക ലിപ് ഗ്ലോസ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് അങ്ങനെ വലിയ ഇഷ്ടമുള്ള ഒരു ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് എടുത്തത്. പക്ഷേ ഇതാണെങ്കിൽ ഒരു
തിളങ്ങി നിൽക്കുന്ന ഒരു ഫിനിഷും കളറാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് എന്തായാലും നമ്മുടെ അടുത്തൊരു പർച്ചേസ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു കാജലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാജൽ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഈ ഒരു കാജലാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്യൂട്ടിപ്പ് യൂസ് ചെയ്തിട്ട്. പിന്നെ ഇത് നമ്മുടെ ഈ വർഷത്തെ ഓണം മേക്കപ്പ് ലുക്കിൽ ഞാൻ ഈ ഒരു കാജൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓണം മേക്കപ്പ് ലുക്കല്ല, ആ ഒരു സമയത്ത് ചെയ്ത കുർത്തി മേക്കപ്പ് ലുക്കിൽ ഈ ഒരു കാജലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളി കാജലാണ് കേട്ടോ. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 79 എങ്ങാണ്ടായിരുന്നു. നമുക്ക് ഒറ്റ സ്വൈപ്പിൽ തന്നെ നല്ല കളർ പേ ഓഫും കിട്ടുന്നുണ്ട് കണ്ടോ. നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള നല്ല ക്രീമി സ്മൂത്ത് ആയിട്ടുള്ള ഒരു കാജലാണ് കേട്ടോ. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഗ്ലൈഡ് ഓൺ ചെയ്യുന്നുണ്ട്. അടിപൊളി കാജലാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കാജലും അടിയിൽ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ അധികം ലാസ്റ്റ് ചെയ്യില്ല. കാരണം ഇങ്ങനെ പരന്ന് പോകും. എത്ര നല്ല കാജലാണെങ്കിലും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് യൂസ് ചെയ്ത ബ്യൂട്ടി പാർലറിൽ അവർ യൂസ് ചെയ്ത കാജൽ വരെ കുറേ നേരമല്ല ഇത്ര നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടേക്കൊക്കെ സ്മഡ്ജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കും. കാരണം ഞാൻ എത്ര നല്ല ക്വാളിറ്റി ഉള്ള കാജൽ വാങ്ങിയാലും എനിക്ക് കാജൽ ഒട്ടും സ്മഡ്ജ് ആവാതെ നിൽക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ ലൈനിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് കുറേ നേരം കഴിയുമ്പോൾ പരന്ന് താഴ്ത്തോട്ടൊന്നൊരു ഭൂതം പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണിൻ്റെ താഴെ എഴുതാറില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി ഞാനിങ്ങനെ കണ്ണിൻ്റെ താഴെ എഴുതിയിട്ട്. ഒന്നാമത്തെ തന്നെ ഡാർക്ക് സർക്കിൾസ് ആവശ്യത്തിലധികം ഉണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടി എഴുതി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് എടുത്ത് കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നാറ്. പിന്നെ ഇത് മാച്ച് കളയണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാജൽ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. കണ്ണിന് മുകളിൽ എഴുതാൻ യൂസ് ചെയ്യാറുണ്ട്, കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഒട്ടും നല്ല എഴുതാറില്ല. ഇനി എങ്ങാനും വല്ല മേക്കപ്പ് ലുക്കിലൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ തന്നെ കണ്ണിന് താഴെ ഒരു ഔട്ടർ കോർണറിൽ മാത്രമാണ് ഞാൻ എഴുതാറുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു കാജൽ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കാര്യം നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലൊന്നും അങ്ങനെ സ്മഡ്ജ് ആവില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കണം. എനിക്ക് ഏത് കാജൽ എഴുതിയാലും കണ്ണിൻ്റെ താഴത്തോട്ട് ഇത് ഇങ്ങനെ ട്രാൻസ്ഫർ ആവും. ചിലപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാവാം, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും എനിക്ക് ഈ ഒരു കാജൽ തോന്നിയിട്ടില്ല. അടിപൊളിയാണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണോ എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫൊക്കെ ആണ് കേട്ടോ. അങ്ങനെ വല്ലാണ്ട് ട്രാൻസ്ഫർ ആവുമൊന്നുമില്ല. പിന്നെ ഇത് മായ്ച്ച് കളയാൻ ഇതൊന്നല്ല, ഏതൊരു കാജലും എൻ്റെ കണ്ണിൽ നിന്ന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് മായ്ച്ച് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോൾ അടിയിലേക്കൊക്കെ സ്മഡ്ജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേ ദിവസം, അതായത് ഒരു 2 ദിവസം എന്തായാലും എൻ്റെ കണ്ണിൻ്റെ താഴെ കറുത്ത് കിടപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് കാജലായിട്ടുള്ളൊരു ബന്ധം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് കിടക്കാം. അപ്പോൾ സ്റ്റുഡിയോയുടെ ഈ ഒരു കാജൽ അടിപൊളിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അഫോർഡബിൾ ആണ്, 79 രൂപയുള്ളൂ. ക്വാണ്ടിറ്റി എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. സാധാരണ ഉള്ളൊരു ക്വാണ്ടിറ്റി ഒക്കെ തന്നെയായിരിക്കും, 3 ഗ്രാമോ അങ്ങനെയൊക്കെ ഒക്കെ ആയിരിക്കണം. ഇതിൻ്റെ പാക്കേജ് ഞാൻ കളഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, അതായത് ക്വാണ്ടിറ്റി എനിക്ക് എത്ര ഉണ്ടെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്നാലും ഇത്ര ഉണ്ട് സംഭവം. അപ്പോൾ ഞാൻ കാജൽ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സ്മഡ്ജ് ചെയ്യുമോ നോക്കാം. കണ്ടോ, ഇത് സ്മഡ്ജ് ആവുന്നില്ല. അപ്പോൾ ഇതെന്തായാലും സ്മഡ്ജ് പ്രൂഫാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ കാണിച്ചാലൊന്നും ഇത് സ്മഡ്ജ് ആവുന്നില്ല. ഇനി ലിപ്സ്റ്റിക്ക് സ്മഡ്ജ് ആവുന്നോ നോക്കാം. നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ, എന്തായാലും സ്മഡ്ജ് ആവും. കണ്ടോ, ലിപ്സ്റ്റിക്കിൻ്റെ ടെക്സ്ചർ കണ്ടാലേ നമുക്കറിയാം അതങ്ങനെ ലാസ്റ്റ് ചെയ്യില്ല, നന്നായിട്ട് സ്മഡ്ജ് ആവും, ട്രാൻസ്ഫർ ആവും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അടുത്ത സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് സ്റ്റുഡിയോയുടെ മസ്കാരയാണ് കേട്ടോ. സ്റ്റുഡിയോയുടെ ഇപ്പോൾ ഞാൻ ഈ വാങ്ങിയിട്ടുള്ള എല്ലാ മേക്കപ്പ് ഐറ്റംസും വൈറ്റ് പാക്കേജിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈറ്റിൽ വരുന്ന എല്ലാ സാധനങ്ങളും. കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ലുക്കല്ലേ. ഇതാണ് സ്റ്റുഡിയോയുടെ മസ്കാര കേട്ടോ. ഇത് 199 ആയിരുന്നു ഈ ഒരു മസ്കാരയുടെ റേറ്റ് വരുന്നത്. വോളിമൈസിങ് ആൻഡ് ലെങ്തനിങ് മസ്കാരയാണ് കേട്ടോ. ഇതാണ് സംഭവം. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു മസ്കാരയുടെ ബോണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് മറ്റേ ഇങ്ങനെ വളഞ്ഞിട്ടില്ലേ, എനിക്ക് അതാണ് കൂടുതലിഷ്ടം. ഈ മസ്കാരനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ലതാണ് ഒരു നാച്ചുറൽ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ല നമുക്ക് നല്ല ഡ്രമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല വോളിമൈസിങ്, കുറച്ചും കൂടി നല്ല ലെങ്തനിങ് ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസ്കാര ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല. ഇത് നമുക്കൊരു ഡെയിലി ബേസിസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സ്കൂളിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവർക്കോ ഒക്കെ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞാനിത് ഇട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ. അപ്പോൾ ഇതൊരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു നോർമൽ മസ്കാരയാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു 200 റേറ്റിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ മാഴ്സിൻ്റെ മസ്കാര എനിക്ക് തോന്നുന്നു 200 ആ റേഞ്ചിലാണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. മാഴ്സിൻ്റെ മസ്കാരയൊക്കെ ഇതിനേക്കാൾ 100 ഇരട്ടി നല്ലതാണ് കേട്ടോ. നല്ല ലെങ്തനിങ്ങും അതുപോലെ തന്നെ വോളിമൈസിങ്ങും ആയിട്ടുള്ള ലുക്ക് മാഴ്സിൻ്റെ മസ്കാരയിൽ നിന്ന് കിട്ടും. ഈ റേറ്റിൽ തന്നെ വന്നിട്ടും ഇതിന് അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ് ആയിട്ട്, അതായത് നാച്ചുറൽ ലുക്കിന് നല്ലതാണ്, നല്ല ഡ്രമാറ്റിക് ലുക്കിനൊന്നും ഇത് പറ്റില്ല കേട്ടോ. നമുക്കൊരു ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാനിത് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നല്ലതായിട്ട് തോന്നി. അതായത് നമ്മൾ മസ്കാര ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു ബ്രഷിൽ ബാക്കി വരുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു മസ്കാര. ഇത്
6 ml ആണ് വരുന്നത്. റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 199 ആണ്. കുഴപ്പമില്ല, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഗംഭീര സാധനമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മോശമില്ല അത്ര തന്നെ. നിങ്ങൾക്ക് ഇപ്പം ഞാൻ എൻ്റെ കണ്ണിലുള്ള ആ ഒരു മസ്കാരയുടെ ലുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയെങ്കിലും ഇത്തിരി തിക്നെസ് തോന്നണമെന്നുണ്ടെങ്കിൽ കുറേ പ്രാവശ്യമായിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കൊന്നും ഇതുപോലെയൊന്നും വരില്ല. കുറേ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ട് വരച്ചു കൊടുത്താലാണ് വരിക. പിന്നെ ഇത് നമുക്ക് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് കഴുകി കളഞ്ഞാൽ തന്നെ പോവും. അതെന്തായാലും നല്ല കാര്യമാണ്. വാട്ടർ പ്രൂഫ് ആകുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എണ്ണയോ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മേക്കപ്പ് റിമൂവേഴ്സ് യൂസ് ചെയ്താലാണ് മസ്കാര പോവുള്ളൂ. അത് നമ്മുടെ ലാഷസിനും കേടാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ആവുന്നുണ്ട്. ജസ്റ്റ് ഫേസ് വാഷിൽ കഴുകുമ്പോൾ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ. മോശമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് ഞാൻ സ്റ്റുഡിയോന്ന് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റുഡിയോയുടെ മേക്കപ്പ് റിമൂവിങ് വൈപ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റുഡിയോയുടെ വൈപ്സ് വരുന്നത്. ഇത് ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യുന്ന വൈപ്പാണ് കേട്ടോ. ഇത് കുഞ്ഞ് വൈപ്പാണ്. ഈ ഫേഷ്യൽ വൈപ്സിൻ്റെ അത്ര വലിപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ലിപ്സിലത്തെ റിമൂവ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാൽ മതി. കുറേ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റുഡിയോ ലിപ് കളർ റിമൂവർ വൈപ്സ് ടീ ട്രീ ആണ് ഫ്ലേവർ വരുന്നത്. ഇതിനകത്ത് 29 രൂപയാണ് റേറ്റ് കേട്ടോ. ഇപ്പോൾ കൂടിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു 8 മാസം മുമ്പായിരിക്കും ഇത് വാങ്ങിയിട്ടുണ്ടാവുക. ഇപ്പോൾ എന്തായാലും റേറ്റ് കൂടിയിട്ടുണ്ടാവുമായിരിക്കും. എനിക്കറിയില്ല ഇപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടോയെന്നും എനിക്കറിഞ്ഞൂടാ കേട്ടോ. 10 വൈപ്സാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇത് സ്റ്റുഡിയോയുടെ തന്നെ മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ്. അലോവേരയാണ് ഞാൻ വാങ്ങിയിരിക്കുന്ന ഫ്ലേവർ കേട്ടോ. ഇതിനകത്ത് നമുക്ക് 10 വൈപ്സ് തന്നെയാണ് കിട്ടുന്നത്. റേറ്റ് വരുന്നത് 49 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ വേറെയും കുറേ ഫ്ലേവേഴ്സ് നമുക്ക് കിട്ടും. ഇത് നല്ല പ്രൊഡക്ട്സാണ് കേട്ടോ. രണ്ടും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് സ്റ്റുഡിയോന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് കേട്ടോ. നിങ്ങൾ ഇതുവരെ സ്റ്റുഡിയോന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലും ചീത്ത പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നല്ലതാണെങ്കിൽ എനിക്ക് ഇനി പോകുമ്പോൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.